തിരുവനന്തപുരം തിരുവല്ലത്ത് വാഹനാപകടത്തിൽ സുഹൃത്തുക്കൾ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. IT ജീവനക്കാരും സുഹൃത്തുക്കളുമായ നവീൻ സിബിയും മൃദുല ആനുമൻ എന്നിവർ സഞ്ചരിച്ച ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ ഇവർക്ക് പിന്നാലെ വന്ന കാർ തട്ടി ഉണ്ടായ അപകടമാണെന്നാണ് കണ്ടെത്തൽ. കാർ ഡ്രൈവർ മാറനല്ലൂർ സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്കിന്റെ ഹാൻഡിലിൽ വിഷ്ണുവിന്റെ കാറിന്റെ പെയിന്റ് കണ്ടതാണ് പോലീസിന് സംശയം തോന്നാനും തുടരന്വേഷണം നടത്താനും ഇടയാക്കിയത്. വിഷ്ണു ബൈക്കിനെ പിന്തുടർന്ന് പോകുന്നതിന്റെ അടക്കം CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇത് ഒരു സ്വാഭാവിക അപകടമാണെന്നായിരുന്നു തുടക്കത്തിൽ കരുതിയത്. അതായത് ഈ ബൈക്ക് ഡിവൈഡർ ഇടിച്ച് അപകടത്തിൽപ്പെട്ടുവെന്നായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഇതൊരു സംശയം പോലീസിന് തോന്നിയത്? ഇതൊരു ഈ കാറിടിച്ചാണ് അപകടമുണ്ടായതെന്ന് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയതാണോ, അതോ പോലീസിന്റെ സംശയം ഈ രീതിയിൽ ഒരു കാറിടിച്ചുള്ള അപകടമാണെന്ന് കണ്ടെത്തുകയായിരുന്നോ? തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം ഇന്നലെ വൈകുന്നേരം 3:30 25 വയസ്സുകാരായ അമൽ സിബിയും അതോടൊപ്പം മൃദുല ഉമ്മനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുകയും രണ്ടുപേർക്കും തത്സമയം ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസാണ് ഈ ബൈക്കിൽ കാറിന്റെ പെയിന്റ് കണ്ടെത്തുന്നത്. തുടർന്ന് സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അമിത വേഗതയിലെത്തിയ ഒരു കാർ ഈ ബൈക്കിൽ ഇടിച്ച ശേഷം ബൈക്ക് പിന്നീട് പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞാണ് രണ്ടുപേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പിന്നീട് ഈ CCTV ദൃശ്യങ്ങളിലെ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മലയൻകെട്ടി സ്വദേശിയായ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിഷ്ണു ഓടിച്ചിരുന്ന കാർ അമിത വേഗതയിലായിരുന്നതും ഈ കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നതും ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നുവെന്നുമാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതേസമയം താൻ വാഹനം നിർത്താതെ പോയത്. ഡാൻ, എന്തായാലും വിഷ്ണു പറയുന്നതനുസരിച്ച് അപകടം യാദൃശ്ചികമാണ്, പേടിച്ച് ആദ്യം നിർത്താതെ പോയതാണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഇത് ഇരുവരും മരിച്ചു എന്ന് വിഷ്ണു അറിഞ്ഞിരുന്നോ? വിഷ്ണുവിന് മനസ്സിലായിരുന്നോ ഇത് ഈ സംഭവം മറച്ചു വെക്കാനുള്ളൊരു ശ്രമം ബോധപൂർവം അയാൾ നടത്തിയതാണോ? അത് സംബന്ധിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇത് ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് അച്ചടി മാധ്യമങ്ങളിലുമൊക്കെ ഈ വാർത്ത വന്നിരുന്നു. ഈ രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യം വൈകാതെ തന്നെ വിഷ്ണു മനസ്സിലാക്കിയിരുന്നുവെന്നാണ് പോലീസിന് ഇതിനോടകം നൽകുന്ന മറുപടികളിലൊക്കെ വിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബൈക്കിലെ കാറിന്റെ പെയിന്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ വിഷ്ണുവിലേക്ക് അന്വേഷണം എത്തുന്നത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ വാഹനത്തിന്റെ നമ്പർ അടക്കം കണ്ടെത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വിഷ്ണുവിനെ വീട്ടിലെത്തി അവിടെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് വിവരം. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ ഇവരോട് ഏതെങ്കിലും തരത്തിൽ മുൻപരിചയമുള്ളതാണോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണോ ഇതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ അത്തരം സൂചനകളൊന്നും. നിലവിൽ ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് പോലീസ് വിഷ്ണുവിനെതിരെ, ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇത് അമിത വേഗതയിലാണ് വാഹനം പോയതെന്ന് വ്യക്തമായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ രീതിയിലുള്ള നിയമ നടപടിക്കപ്പുറം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തൊന്നും നടപടി ഉണ്ടാകേണ്ടതല്ലേ? അത്തരമൊരു രീതിയിലുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ടോ കാര്യങ്ങൾ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാകും സ്വാഭാവികമായി അങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി വിശദമായി ചോദ്യം ചെയ്യലിൽ മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അത്തരം നടപടികളും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നിലവിലെ ചോദ്യം ചെയ്യലിൽ അമിത വേഗതയിലെത്തി ഈ ബൈക്കിൽ വാഹനം തട്ടുകയായിരുന്നു എന്ന സ്ഥിരീകരിക്കാനുള്ള വിവരങ്ങളാണ് പോലീസിന് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.
എന്തായാലും ആ സമയം, ഈ അപകടമുണ്ടായ സമയം വിഷ്ണു, ആ ഡ്രൈവർ, കാർ ഡ്രൈവർ വാഹനം നിർത്തിയിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകില്ലായിരുന്നു. മാത്രമല്ല, പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വാഹനം നിർത്താതെ പോകും. പക്ഷെ പിന്നീട് ഉണ്ടാകുന്നത്, ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. സാധാരണ ഒരു അപകടം സംഭവിച്ചാൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് സാധാരണഗതിയിൽ പോലീസ് കേസെടുക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ വാഹനം നിർത്താതെ പോയി, പിന്നീട് പരാതിയായി, കേസായി, അന്വേഷണമായി, അറസ്റ്റ്, അങ്ങനെ വലിയ രീതിയിലുള്ള നിയമക്കുരുക്ക്, നിയമ നടപടികളൊക്കെ ഇനി നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓർക്കുക, ഇത്തരം അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വാഹനം നിർത്തുക. സാധിക്കുമെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള മര്യാദയെങ്കിലും, ആ മാനുഷിക പരിഗണനയെങ്കിലും കാണിക്കാൻ ശ്രമിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.